മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 21 ദിവസത്തെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജൂൺ 2-ന് രാവിലെ തിഹാർ ജയിലിൽ ഹാജരാകണം എന്ന ഉപാധിയോടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. सर्वोच्च न्यायालय का धन्यवाद करना चाहते हैं कि उन्होंने इस तानाशाही के अंधकार युग में दिल्ली के मुख्यमंत्री अरविंद केजरीवाल को अंतरिम बेल दे करके एक उजाले की रोशनी जलाई है। आज पूरी दिल्ली ही नहीं पूरा देश खुश है, इस बात से प्रफुल्लित है कि इन विपरीत परिस्थितियों में भी भारत के अंदर हमारे स्वतंत्रता संग्राम सेनानियों के कुर्बानी के दम पर जो संविधान मिला, लोकतंत्र के जो अलग अलग स्तंभ बने, आज भी इस तानाशाही के अंधकार युग में भी अपनी भूमिका को निभाए हैं। इसके लिए तहे दिल से बहुत बहुत शुक्रिया। ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ദിലീപ് കുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, മാർച്ച് 21 മുതൽ 50 ദിവസമാണ് ഇപ്പോൾ അറസ്റ്റിൽ ജയിലിൽ കഴിയേണ്ടി വന്നത് അരവിന്ദ് കെജ്രിവാളിന്. കഴിഞ്ഞ ദിവസം ജാമ്യം പരിഗണിക്കുമ്പോഴൊക്കെ തന്നെ സുപ്രീം കോടതി വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നെങ്കിലും ഇന്ന് ജാമ്യം അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു, ആകാംക്ഷയുണ്ടായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒന്നാകെ വലിയ കരുത്തേകി ഇന്നിപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഏത് രീതിയിലാണ് ED പ്രതിരോധിച്ചത്? സ്മിത, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മാർച്ച് 21-നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. 50 ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തേക്ക് പോകാനൊരുങ്ങുന്നത്. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം 21 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. ഡൽഹി വിധി എഴുതാൻ പോകുന്നത് മാർച്ച് 25-ാം തീയതി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്, പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ തോതിൽ അവർക്ക് കരുത്തും ഊർജവും പകരുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കേസ് റദ്ദാക്കണം എന്നതിലേക്കൊന്നും, അതിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി കടന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു എന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഫയലുകളിൽ ഒപ്പിടുന്നതിനോ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിക്കുന്നതിനോ കഴിയില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി, പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രചരണത്തിന് പോകാൻ കഴിയും. ഇതിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ശക്തമായി കോടതിയിൽ എതിർത്തു. അത് വളരെ തെറ്റായ ഒരു സന്ദേശമായിരിക്കും ജനങ്ങൾക്ക് നൽകുക. ഇത് സാധാരണക്കാരൻ ഒരു നീതി, രാഷ്ട്രീയക്കാർക്ക് മറ്റൊരു നീതി എന്ന നിലയിലുള്ള ഒരു ചർച്ചയിലേക്ക് ഇത് വഴിയൊരുക്കിയേക്കും. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകരുത്. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലാണ്. അത് ഒരു കാരണവശാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു സമീപനം ഉണ്ടാകരുത് എന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ആവശ്യം സുപ്രീം കോടതി തള്ളി. കോടതി അതിന് മറുപടിയായി പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ഒരു ഈ സ്ഥിരമായി ഇങ്ങനെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരാളല്ല, മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഈ വിളവെടുപ്പ് ഉത്സവം പോലെ, വിളവെടുപ്പ് പോലെ 6 മാസം കൂടുമ്പോഴല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നതും ഓർക്കണം എന്നായിരുന്നു തുഷാർ മേത്തയ്ക്ക് സുപ്രീം കോടതി നൽകിയ മറുപടി. വാദത്തിനൊടുവിലാണ് ഈ സുപ്രീം കോടതി 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ചിരിക്കുന്നത്. അത് ഈ ഇടക്കാല ജാമ്യത്തിൻ്റെ കാലാവധി ജൂൺ 4 വരെ നീട്ടണം എന്നാണ് കേജ്രിവാളിന് വേണ്ടി ഹാജരായ കോൺഗ്രസ് നേതാവും പ്രമുഖ അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വി ആവശ്യപ്പെട്ടത്. കാരണം ജൂൺ 4-നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഒക്കെ ജൂൺ 4-നാണ്. അതുകൊണ്ട് ആ ദിവസം വരെ നീട്ടി നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. ജൂൺ 1 വരെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകുന്നു. 2-ാം തീയതി അദ്ദേഹം കീഴടങ്ങണം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വിധിയുടെ പകർപ്പ് ലഭിച്ചതിനു ശേഷം തിഹാർ ജയിലിൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതിന് ശേഷം മാത്രമേ കേജ്രിവാളിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ. ഇന്ന് അദ്ദേഹത്തിന് ജയിലിന് പുറത്തേക്ക് എത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി പ്രവർത്തകരാകട്ടെ ഈ വിധി എത്രയും വേഗം തിഹാർ ജയിൽ എത്തിക്കാൻ അധികൃതർ എത്തിച്ച്
ഇന്നു തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞേക്കും എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കേജ്രിവാൾ പുറത്തേക്ക് വരുന്നത് തീർച്ചയായും അത് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും വലിയ ഊർജ്ജമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്മിത, ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി വലിയ ആഘോഷമാക്കുകയാണ് ഈ ഒരു കാര്യം. ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിതിൻ അംബുജനുണ്ട്. നിതിൻ, വലിയ ആഘോഷ പ്രകടനങ്ങൾ, വലിയ ആഘോഷത്തിലാണ് എല്ലാവരും, വലിയ ഊർജ്ജമാണ് പകരുന്നത്. കാരണം ഇനി അവശേഷിക്കുന്ന ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പ്രചാരണത്തിന് തീർച്ചയായിട്ടും അതിന് ചുക്കാൻ പിടിക്കുന്നത് അത് ആം ആദ്മിക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് ഒന്നടങ്കം ഊർജ്ജമാകുന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചെത്തുന്നു. അവിടെ പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? സ്മിത, ഇടക്കാല ജാമ്യം അനുവദിച്ചുള്ള കോടതിയുടെ ഇടപെടൽ വന്ന നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നത്. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനങ്ങളുമായി പാർട്ടി പ്രവർത്തകർ. കേജ്രിവാളിന് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത വന്നപ്പോൾ മുതൽ തുടങ്ങിയ ആഘോഷ പരിപാടികളാണ് അവിടെ. അല്പസമയത്തിനകം തന്നെ കേജ്രിവാളിനെ മോചിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാനുണ്ട്. ഇന്ന് വൈകിട്ടോടെ ജയിലിന് പുറത്തെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. ജാമ്യം അനുവദിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വരും മണിക്കൂറുകൾ, വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആം ആദ്മി പാർട്ടിക്കും പ്രതിപക്ഷ മുൻനിരയ്ക്കും. ദിലീപ് കുമാർ, എനിക്ക് തോന്നുന്നു നിതിൻ അംബുജൻ്റെ ചെറിയൊരു സാങ്കേതിക തകരാറുണ്ട്. അല്പസമയത്തിനകം തന്നെ നിതിൻ നമ്മൾക്കൊപ്പം ചേരും. ദിലീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും സുപ്രീം കോടതി വലിയ രീതിയിൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇതുവരെ ഒരു നേതാവിന് അങ്ങനെ ജാമ്യം അനുവദിക്കേണ്ട ആവശ്യമില്ല, സാധാരണ പ്രവർത്തകരുടെ ഒരു സാധാരണ പൗരൻ്റെ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി തന്നെ പ്രതിരോധിച്ചെങ്കിലും ഇന്നിപ്പോൾ ജാമ്യം അനുവദിക്കുമ്പോൾ തീർച്ചയായും അത് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യ മുന്നണിക്കായാലും ഒപ്പം ആം ആദ്മി പാർട്ടിക്കായാലും വലിയ കരുത്തേകുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ജാമ്യം എന്നുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ ഉള്ളതല്ലേ. അവർക്ക് വലിയ ഊർജം പകരുന്നുണ്ട്. സ്മിത, ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, രാജ്യത്താകെ തന്നെ ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. കാരണം അഴിമതിക്കെതിരായി രൂപീകരിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ, ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി മാത്രമല്ല, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, അതുപോലെ അവിടുത്തെ സംസ്ഥാന മന്ത്രിയായിട്ടുള്ള സത്യേന്ദർ ജെയിൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിലിൽ ആയിരിക്കുന്നു. അത് BJP വലിയ തോതിലുള്ള പ്രചരണായുധമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ഈ അഴിമതിക്കാരെ തിരിച്ചറിയണം എന്ന പ്രചാരണ രംഗത്തെ മുദ്രാവാക്യവുമായാണ് BJP ശക്തമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി ആകട്ടെ ഒരു നേതാവില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഇതുവരെ അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരുന്നതുവരെ ഈ സംസ്ഥാനത്തെ ഡൽഹിയിലെ സ്ഥിതി എന്ന് പറയുന്നത്, കാരണം ഒരു രണ്ടാം നിര നേതാക്കളെ നേരത്തെ തന്നെ ഈ പാർട്ടി വാർത്തിരുന്നില്ല. സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കളുണ്ട്. സഞ്ജയ് സിംഗും അടുത്ത കാലത്താണ് തിഹാർ ജയിലിൽ നിന്ന് വന്നത്. പക്ഷേ ഇത്തരത്തിലൊരു രണ്ടാം നിര നേതാക്കളില്ലാത്തതിനെ തുടർന്ന് തന്നെ കേജ്രിവാളിൻ്റെ ഭാര്യ സുനിത കേജ്രിവാളിനെ അടക്കം പ്രചരണ രംഗത്ത് സജീവമാക്കി നിർത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഈ BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരുന്നത്. മാത്രമല്ല, അവർ പ്രധാനമായും വോട്ടർമാർക്ക് മുന്നിൽ വെച്ചിരുന്ന മുദ്രാവാക്യം ജയിൽ കാ ജവാബ് വോട്ട് സേ, ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യമായിരുന്നു. അത് ഡൽഹിയിലെ വോട്ടർമാർ നൽകും എന്നായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കളുടെ അവകാശവാദം. പക്ഷേ ഏതായാലും ഈ ഡൽഹിയിലെ ജനങ്ങൾ വിധിയെഴുത്തിനായി ഈ മാർച്ച് 25-ന് മെയ് 20-ന് 25-ന് പോകാനിരിക്കുകയാണ് ബൂത്തുകളിലേക്ക്. പക്ഷേ ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവില്ലായ്മ അല്ലെങ്കിൽ നേതൃതലത്തിലുള്ള അവരുടെ ദാരിദ്ര്യം, ഇതൊക്കെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും എന്ന് BJP വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിന്മേലാണ് ഇപ്പോൾ ഈ തിഹാർ ജയിലിൽ നിന്ന് കൂടുതൽ കരുത്തോടുകൂടി അരവിന്ദ് കെജ്രിവാൾ വരുന്നത്. അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ തോതിൽ ഗുണകരമാകുമോ, അതോ അഴിമതി കേസിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനം അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവിനെ കാണുമോ എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും നിലവിൽ ഏതായാലും വലിയ ആശ്വാസമാണ് അരവിന്ദ് കെജ്രിവാൾ
ജയിലിന് പുറത്തേക്ക് വരുന്നത്. ശരി ദിലീപ് കുമാർ, നമുക്ക് നിതിൻ അംബുജനിലേക്ക് പോകാൻ തോന്നുന്നു. നിതിൻ, കേൾക്കാമെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരെല്ലാം എത്തിയിട്ടുണ്ട് ആ സ്ഥാനത്ത്? നേതാക്കളെല്ലാം ഉണ്ടോ? സ്മിത, വലിയ ആഘോഷത്തിലാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ആം ആദ്മി നേതാക്കളായ ഗോപാൽ റായ്, അതിഷി, അതോടൊപ്പം തന്നെ സൗരഭ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അതിനേക്കാൾ എടുത്തു പറയേണ്ട കാര്യം, പ്രവർത്തകർ ഒന്നടങ്കം ആവേശത്തോടുകൂടി തന്നെ ഇപ്പോൾ ഇവിടെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് തടിച്ചുകൂടുന്നുണ്ട്. അല്പസമയത്തിനകം ഒരുപക്ഷെ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ എന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നുള്ളത്. അതിനുശേഷം കൂടുതൽ നേതാക്കളും പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തും. നമുക്കറിയാം സഞ്ജയ് സിംഗ് അടക്കം ജാമ്യം ലഭിക്കുന്ന ഘട്ടത്തിൽ വലിയ ആവേശത്തോടുകൂടിയാണ് പ്രവർത്തകർ ഇവിടെ എത്തിയത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ മധുരം വിതരണം ചെയ്ത് അവരുടെ ആഘോഷം അവർ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ആവേശത്തിലേക്ക് പോകുമ്പോൾ സുനിത കെജ്രിവാളിനെ രംഗത്തിറക്കിയായിരുന്നു ആം ആദ്മി പാർട്ടി പ്രചരണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകാരികമായ രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തെ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. നമുക്കറിയാം സുനിത കെജ്രിവാൾ പ്രചരണത്തിൽ തുടങ്ങിയ ഘട്ടത്തിലെല്ലാം തന്നെ നിരവധി പ്രവർത്തകരും നിരവധി ആം ആദ്മിയുടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഈ പ്രചരണത്തിനായി അവർ മുൻപന്തിയിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ പങ്കാളിത്തം ആ പ്രചരണത്തിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടി പുറത്തിറങ്ങുന്ന ഒരു ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ ഒരു വിഷയം രാഷ്ട്രീയപരമായി തന്നെ നേരിടാൻ തന്നെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് കഴിയും. എന്തായാലും ഇന്ത്യ സഖ്യത്തിനടക്കം ഒരു ഊർജ്ജം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. നമുക്ക് ഈ പ്രവർത്തകരുടെ എല്ലാം തന്നെ വലിയ പ്രകടനം കാണാൻ സാധിക്കും. അല്പസമയം തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസും ഈ ഒരു സുപ്രീം കോടതി ഇടപെടലെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഹേമന്ത് സോറൻ ഉൾപ്പെടെ നീതി ലഭിക്കുന്നതിനെല്ലാം തന്നെ വഴിതെളിക്കുന്ന ഒരു ഇടപെടൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തും അടക്കം ഉണ്ടായതെന്ന ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ് അടക്കം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും വലിയ ആഹ്ലാദ പ്രകടനം ഇനിയുള്ള ദിവസങ്ങളടക്കം കൃത്യമായ രീതിയിൽ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ കൃത്യമായി ഉപയോഗിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്നതിനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സുനിത കെജ്രിവാളിനെ രംഗത്തിറക്കിയുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് രണ്ടാം ഘട്ടത്തിൽ കടക്കുന്ന വേളയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാദമടക്കം തന്നെ ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ അവർക്ക് ആയുധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്കറിയാം 7 ലോക്സഭാ മണ്ഡലമാണ് ഡൽഹിയിലുള്ളത്. ഈ 7 ബിജെപിയാണ് 2019 വിജയിച്ചത്. ഇത്തവണ 4 ആം ആദ്മി പാർട്ടിയും 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു സഖ്യം ഇവിടെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഇന്ത്യ സഖ്യത്തിനടക്കം ഊർജ്ജം നൽകുന്ന ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനടക്കം തീരുമാനം. എന്തായാലും കൂടുതൽ നേതാക്കളും പ്രവർത്തകരും അല്പസമയത്തിനും ഇവിടെ എത്തി ഈ ഒരു ആഘോഷം അതിന്റെ പാരമ്യത്തിലെത്തിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. മുതിർന്ന നേതാക്കളടക്കം ഗോപാൽ റായ് ഉൾപ്പെടെ നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നിന്നും ചേർന്നത്. നമുക്കൊപ്പം ആർ അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്കുള്ള യാത്രയിലാണ്. അച്യുതൻ, ഈ കേസിന്റെ ഒരു മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ 21 ദിവസം, അത് 21 ദിവസത്തെ ജാമ്യം, അതിനുശേഷം ജൂൺ 2-ാം തീയതി തിരികെ പ്രവേശിക്കണം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ ചില വാദങ്ങൾ അത് കൃത്യമായി തന്നെ സുപ്രീം കോടതി ഖണ്ഡിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, ജാമ്യത്തിൽ ഇറങ്ങിയാൽ അത്തരത്തിലൊരു ഉപാധി വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ തിരികെ ഒരു കാര്യം പറഞ്ഞത് അത്തരത്തിലുള്ള പ്രസ്താവനകൾ, ശക്തമായ പ്രസ്താവനകൾ, അതിന് മറുപടി പ്രസ്താവനകളുമായിട്ട് അതിനെ ഖണ്ഡിക്കാവുന്നതാണ്. ആ രീതിയിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കേണ്ടതില്ല, അത്തരത്തിലൊരു ഉപാധി വയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ക്യാമ്പയിന് കൃത്യമായിട്ടുള്ള ഊർജ്ജം പകരാൻ ആ രീതിയിൽ തന്നെയാണോ പ്രവർത്തകർ അതിനെ കാണുന്നത്? കോടതിയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകം എടുത്തു പറയേണ്ട രീതിയിൽ വാദമുണ്ടായത്? ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് കേജ്രിവാളിന് അനുവദിക്കുന്നതെങ്കിൽ കൂടിയും അത് കൃത്യമായി ഈ ഒരു സമയത്ത് പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഈ ഇടക്കാല ജാമ്യം അത് ഈ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജമേകുന്ന ഒന്നാണ്. കാരണം അവരുടെ മുതിർന്ന നേതാക്കളിൽ കേജ്രിവാൾ ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കൾ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ജയിലിൽ കഴിയുകയായിരുന്നു. അതിൽ സഞ്ജയ് സിംഗ് ആണ് ഇതിനു മുൻപ് ജയിൽ മോചനം നേടി ജാമ്യത്തിലൂടെ പുറത്തു വരുന്നത്. അന്ന് തന്നെ കണ്ടതാണ് ഡൽഹിയിലെ കാഴ്ചകൾ. ആം ആദ്മി പ്രവർത്തകർ വലിയ രീതിയിൽ സംഘടിച്ചുകൊണ്ട് ആഘോഷങ്ങളില്ല എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ട് കൂടിയും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ സഞ്ജയ് സിംഗിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. എന്തായാലും അതിനെല്ലാം ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു ഇടക്കാല ജാമ്യം കൃത്യമായിട്ട് ആം ആദ്മി ഇതിനെ പ്രചരണമാക്കി മാറ്റിയിരിക്കുന്നത് ജയിൽ അഴിക്കുള്ളിലെ
കേജ്രിവാളിന്റെ ചിത്രം അത് വ്യാപകമായി ഡൽഹിയിലെ പല ഇടങ്ങളിലും കാണാൻ സാധിക്കും. അതായത് ജയിൽ കി ജവാബ് വോട്ട് എന്ന വാക്കുകളോടുകൂടി തന്നെയാണ് ആ പ്രചാരണം സജീവമായി തന്നെ തുടരുന്നത്. ആ ഘട്ടത്തിൽ ഈ ഇടക്കാല ജാമ്യം അത് ആം ആദ്മി മുന്നോട്ട് വയ്ക്കുന്ന, ഈ കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളെ അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലിനെ മാറ്റുവാൻ കൂടി ആം ആദ്മി കഴിയും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി ഉന്നയിക്കുന്നത് ഇതിൽ പൊള്ളയായ ഒരു കേസാണ്. ഇഡി ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. ഇഡി സൂചിപ്പിക്കുമ്പോഴുള്ള തെളിവുകൾ പക്കലില്ല എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. കേജ്രിവാൾ തന്നെ അദ്ദേഹത്തിന്റെ വിചാരണ കോടതിയിൽ സ്വന്തമായി വാദിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, ഈ കോടി രൂപകൾ കോടി രൂപകൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നു. ആ പൈസ എവിടെയാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കേജ്രിവാൾ തന്നെ ഇഡിയോട് ചോദിക്കുന്ന ഒരു ഘട്ടം വിചാരണ കോടതിയിലെ വാദങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ശക്തമായ വാദങ്ങൾ മുന്നോട്ടുണ്ടായിരുന്നു. അതേസമയത്ത് ഇഡി മുന്നോട്ട് വെച്ച മുഖ്യ സൂത്രധാരൻ അത് കേജ്രിവാളാണ്. നയം രൂപീകരിക്കുന്നതിലെ മുഖ്യ സൂത്രധാരൻ കേജ്രിവാളാണ്. ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ പണം വിനിയോഗിച്ചു എന്നതടക്കമുള്ള തെളിവുകളുണ്ട് എന്നുള്ള കാര്യം കൂടി ഇഡി മുന്നോട്ട് വെച്ചു. ഇന്ന് ഈ ഇടക്കാല ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന് പറയാനിരിക്കെ ഇന്നലെ അടിയന്തരമായി കൂടി ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യം ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് പ്രചാരണം മൗലികമായോ ഭരണഘടനാപരമായോ നിയമപരമായോ ഒരു അവകാശമല്ല, അതിന്റെ പേരിൽ ജാമ്യം നൽകരുതെന്ന വാദമായിരുന്നു ഇഡി അവസാന ഘട്ടത്തിലും ഉന്നയിച്ചത്. എന്നാൽ അതിനെതിരെ കേജ്രിവാൾ രജിസ്ട്രിയിൽ പരാതി നൽകുന്നുണ്ട്. കാരണം ഉത്തരവ് പറയാൻ മാറ്റിവെച്ച ഒരു അപേക്ഷയിൽ കോടതി അനുവാദം ഇല്ലാതെയാണ് അത്തരമൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്തത് എന്ന കാര്യങ്ങൾ പ്രധാനമായും ഇന്ന് കോടതി മുറിയിലേക്ക് വരുമ്പോൾ അതിൽ ഇഡി മുന്നോട്ട് വെച്ചത്, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുന്നോട്ട് വെച്ചത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പുറത്ത് പറയുവാൻ പാടില്ല എന്നത് തന്നെയാണ്. പക്ഷെ അതിന് കോടതി കൃത്യമായി മറുപടി നൽകി. കാരണം സഞ്ജയ് സിംഗ് ജയിൽ മോചനം നേടിയ ശേഷം അദ്ദേഹം വലിയ രീതിയിൽ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന് കൃത്യമായി BJP മറുപടി നൽകുന്ന ഘട്ടങ്ങളുണ്ടായി. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി പറഞ്ഞത്, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങൾ തന്നെ മറുപടി നൽകുക എന്നതായിരുന്നു കോടതി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇടക്കാല ജാമ്യം കേജ്രിവാളിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള നാളുകൾ ആം ആദ്മിക്കുള്ള ചുരുക്കം ചില നാളുകൾ കേജ്രിവാൾ ഉള്ള 21 ദിവസം അത് ശക്തമായ പ്രചാരണമാക്കി മാറ്റുവാൻ പൊതുറാലികൾ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രചാരണമാക്കി മാറ്റുവാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നത്. എന്തായാലും അതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ കേജ്രിവാളിന്റെ ജയിൽ മോചനം അത് വലിയ ആഘോഷമായി തന്നെ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ദിലീപ് കുമാർ വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ്, ജസ്റ്റിസ് ഖന്ന ഈ മുൻകൂർ ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് ശേഷം പറഞ്ഞ ഒരു കാര്യം, വി വിൽ ട്രൈ ആൻഡ് കൺക്ലൂഡ് ദ ആർഗ്യുമെന്റ്സ് നെക്സ്റ്റ് വീക്ക്, വി വിൽ ട്രൈ ആൻഡ് പ്രൊനൗൺസ് ദ ജഡ്ജ്മെന്റ് ഇഫ് പോസിബിൾ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തയാഴ്ച ഈ കേസിന്റെ മറ്റു മെറിറ്റുകളിലേക്കൊന്നും തന്നെ ഈ ദിവസത്തിൽ കടന്നിരുന്നില്ല. അടുത്ത ആഴ്ച തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകും സുപ്രീം കോടതി, അത് പരിഗണിക്കുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? സ്മിത, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രധാന ആവശ്യം ഈ കേസ് തന്നെ റദ്ദാക്കണം എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വാദമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഇടക്കാല ജാമ്യം നൽകണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്ന ആവശ്യം കൂടി കോടതിയുടെ ഭാഗത്തേക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ കോടതി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രമായി അനുവദിച്ചിരിക്കുന്നു. കേസിൻ്റെ മറ്റു മെറിറ്റുകളിലേക്കൊക്കെ ഇനി വിശദമായി കോടതി കടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എത്രയും നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും സുപ്രീം കോടതി എന്ന സൂചനകളും വരുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അത് കേജ്രിവാളിൻ്റെ വരവ് അത് വലിയ ശക്തി പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത എൻ്റെ സഹപ്രവർത്തകർ നിതിൻ അംബുജനും അച്യുതനുമൊക്കെ പറഞ്ഞതുപോലെ ഇനി അത് ബൂത്ത് തലം വരെ ഒരുപക്ഷെ റാലി നടത്തി ആം ആദ്മി പാർട്ടി അതിൻ്റെ കരുത്ത് കൂടുതൽ തെളിയിക്കുക, അല്ലെങ്കിൽ തൻ്റെ ഭാഗം വിശദീകരിക്കുക, ഇതൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വരുന്നു എന്നത് അത് അവിടെ മാത്രമല്ല, ഡൽഹിയിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിലൊക്കെ തന്നെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അത് കേജ്രിവാളിൻ്റെ വരവ് ഈ ഒരു ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഡൽഹി സംസ്ഥാനം വിധി എഴുതുന്നത്
6ാം ഘട്ടത്തിലാണ്. തരത്തിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ കേജ്രിവാളിൻ്റെ വരവ്, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നിരത്തിയിട്ടുള്ള വാദങ്ങൾ, ആ വാദങ്ങൾ സുപ്രീം കോടതി തള്ളുന്ന സ്ഥിതി, ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രധാനപ്പെട്ട ചർച്ചയാകും. നിലവിൽ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളും വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 വിജയിച്ചിരുന്നത് BJP ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിലാണ് അവിടെ മത്സരിക്കുന്നത്. 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റുകളിൽ കോൺഗ്രസുമാണ് ഡൽഹിയിൽ മത്സരിക്കുന്നത്. ഈ മത്സര രംഗത്തേക്കാണ് പ്രതിപക്ഷ സഖ്യത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭരണപരമായ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴും നിർവഹിക്കാൻ കഴിയില്ല. സുപ്രീം കോടതി അക്കാര്യത്തിൽ കടുത്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അദ്ദേഹം പോകുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിനും ഈ കോടതി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് എന്താണ് അദ്ദേഹം പ്രസംഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും കോടതിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. അത് അദ്ദേഹത്തിന് തന്നെ എന്ത് സംസാരിക്കണമെന്നതൊക്കെ അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാൻ കഴിയുന്നതാണ് എന്ന നിലയിലുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്മിത, ശരി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 21 ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 2 രാവിലെ തിഹാർ ജയിലിൽ ഹാജരാകണം എന്ന ഉപാധിയോടെയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്.